ഗൈസ്, ഇന്ന് ഞങ്ങൾ മാൻഡ്രിഡിലേക്ക് വന്നതിന് ഒരു പ്രത്യേക കാരണമുണ്ട് കേട്ടോ. ആ കാരണം എന്താന്ന് കേട്ടാ നിങ്ങൾ എന്തായാലും ഞെട്ടും. മാൻഡ്രിഡിൽ ബസ് ഇറക്കുന്നത് പ്ലാസ ലിപ്സിക്കയിലാണ്. പിന്നീട് അങ്ങോട്ട് 5 മിനിറ്റ് മെട്രോ കാത്ത് നിന്ന് 5 മിനിറ്റ് നിന്നതേ അറിഞ്ഞില്ല. അപ്പോഴേക്കും മെട്രോ വന്നു. മെട്രോയിൽ നിറച്ച് തിക്കും തിരക്കും ജനക്കൂട്ടങ്ങളൊക്കെയാണ്. ഇരിക്കാൻ സീറ്റ് കിട്ടിയാൽ മതിയായിരുന്നു. എന്തായാലും നമുക്ക് മെട്രോയിൽ കയറാം. ഇന്നത്തെ ഞങ്ങളുടെ യാത്ര എന്ന് പറയുന്നത് മാൻഡ്രിഡ് എസ്റ്റേച്ചോയിലേക്കാണ്. അതാ പറഞ്ഞില്ലല്ലോ, മാൻഡ്രിഡ് എസ്റ്റേച്ചോ എത്തി. ഈ സ്ഥലം ഞങ്ങൾക്ക് തെരഞ്ഞെടുക്കാനായിട്ട് ഒട്ടനവധി കാരണങ്ങളുണ്ട്. അതിലൊരു കാരണമാണ് ഞങ്ങളുടെ രണ്ടുപേരുടെയും ചിരികളിൽ ഒളിഞ്ഞിരിക്കുന്നത്. കാണാൻ പോകുന്ന പൂരം എന്തായാലും പറഞ്ഞറിയിച്ചിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ നമ്മൾ എത്തി സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറന്റിൽ. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് മാൻഡ്രിഡ് എസ്റ്റേച്ചോയിലേക്ക് വന്നത്. ഇവിടെ നല്ല അടിപൊളി ഫുഡ് കിട്ടും. ഇതിനാണ് ഇവിടേക്ക് വന്നതെന്ന് ചോദിക്കുന്നവരോട്, എന്റെ മക്കളെ, ഫുഡ് എന്ന് പറഞ്ഞ ഒരു വികാരം തന്നെയാ. അതൊരു വികാരമാണെന്ന് മനസ്സിലാവുന്ന എപ്പോഴാണെന്നറിയാമോ? ഗർഭിണിയായി കഴിയുന്ന സമയത്ത്. ഈ ഗർഭാവസ്ഥയിൽ ഞാൻ ഒരുപാട് കൊതിച്ച ഫുഡുകളൊക്കെ ഒറ്റ കൊടക്കീഴിൽ കിട്ടുന്നത് ഇവിടെ മാത്രമാണ് കേട്ടോ. ഈ റെസ്റ്റോറന്റിന്റെ പേര് BBC-R ഇന്ത്യൻ റെസ്റ്റോറന്റ് എന്നാണ്. ഇത് ഞങ്ങൾ കണ്ടുപിടിക്കാൻ കുറച്ച് പണിപ്പെട്ടു. എന്നാലും നമ്മൾ കൃത്യ സ്ഥലത്ത് തന്നെ എത്തി. തമിഴന്മാര് നടത്തുന്ന റെസ്റ്റോറന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഫുഡിനൊക്കെ നല്ല അപാര ടേസ്റ്റ് ആയിരിക്കും. ഒന്നും നോക്കിയില്ല, മെനുവിലുള്ള സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തു. കഴിക്കാൻ കൊതിക്കുന്ന സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടുമെങ്കിൽ പിന്നെ എന്ത് നോക്കാനാ അല്ലേ? എനിക്ക് ഓർഡർ ചെയ്തിട്ടും മതിയാകുന്നുണ്ടായിരുന്നില്ല. എന്റെ കണ്ണ് കൂടുതൽ തെരഞ്ഞത് ഇഡ്ഡലി, ദോശ, സാമ്പാർ എന്നിവയിലേക്ക് മാത്രമായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ എത്തി. സാമ്പാർ, മട്ടൻ, ഇഡ്ഡലി, വട, മസാല ദോശ, പിന്നെ 2 മസാല ടീയും എല്ലാം കണ്ടു കഴിഞ്ഞപ്പോ ഉണ്ടല്ലോ കൊതിയായിട്ട് വയ്യായിരുന്നു. മസാല ദോശയുടെ കൊതി ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഒന്നിനോട് നിർബന്ധമൊന്നും ഇല്ലാത്ത ഒരാളായിരുന്നു ഞാൻ. പക്ഷെ ഗർഭിണി ആയി കഴിഞ്ഞ ശേഷം ഉണ്ടല്ലോ എല്ലാം നേരെ തിരിഞ്ഞു. ഇപ്പൊ എനിക്ക് നാട്ടിൽ കിട്ടുന്ന ഫുഡ് എന്ന് കേൾക്കുമ്പോ തന്നെ അതൊരു വല്ലാത്ത വികാരം തന്നെയാണ്. ഇടയ്ക്കിടയ്ക്ക് ഇൻസ്റ്റഗ്രാം സ്ക്രോൾ ചെയ്യുമ്പോൾ ഫീഡ്ബാക്കിൽ വന്ന് കിടക്കുന്ന ഫുഡ് ഐറ്റംസ് ഒക്കെ കാണുമ്പോൾ നാട്ടിലുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇതെല്ലാം മേടിച്ചു തിന്നേനെന്നായിരുന്നു. പക്ഷെ ഇത് മൊത്തത്തിൽ കണ്ടപ്പോ എന്റെ വയറാദ്യം നിറഞ്ഞു. ഇനിയും വയറ്റിൽ ഇടം വേണമെന്ന് മാത്രമായിരുന്നു എന്റെ പ്രാർത്ഥന. കഴിച്ചിട്ടും മതിയാകുന്നുണ്ടായിരുന്നില്ല. അത്രയ്ക്ക് ടേസ്റ്റ് ആയിരുന്നു. എന്താ പറയാ, തമിഴ്നാട്ടുകാരുണ്ടാക്കുന്ന ഇഡ്ഡലിക്കും വടയ്ക്കും സാമ്പാറിനും ഒക്കെ ഇത്ര ടേസ്റ്റ് ഉണ്ടോന്ന് ഇപ്പോഴാട്ടോ ഞാൻ അറിയുന്നത്. ടേസ്റ്റ് നോക്കി കഴിച്ച് വയറ് പൊട്ടാറായി. നിങ്ങൾ വിചാരിക്കും ഇത് 1ാമത്തെ മസാല ദോശയാണെന്ന്. അല്ല ഗൈസ്, ഞാനത് 2ാമത്തെ ട്രിപ്പാണ്. 1.25 മണിക്കൂർ എടുത്തു ഈ ഒരു സ്ഥലം കണ്ടെത്താനായിട്ട്. ബസ്സിലുള്ള ട്രാവലും മെട്രോയിലുള്ള ട്രാവലും എല്ലാം കൂടി കൂട്ടിയിട്ടുള്ള സമയമാണ് കേട്ടോ. ട്രാവൽ ചെയ്തു വന്ന ക്ഷീണം ഒരുപാടുണ്ടെങ്കിലും മസാല ദോശയും ഇഡ്ഡലിയും വടയും ഒക്കെ കഴിക്കാൻ പോകുന്നതിന്റെ ത്രില്ലിലായിരുന്നു ഞാൻ. ഇത്രയും വിഭവങ്ങൾ മുന്നിൽ കൊണ്ടു നിർത്തി കഴിഞ്ഞപ്പോ കിച്ചനെ ഞാൻ ശ്രദ്ധിച്ചതേ ഇല്ലായിരുന്നു. ഫുഡിലായിരുന്നു എന്റെ മെയിൻ കോൺസെൻട്രേഷൻ. എന്റെ വയറും നിറഞ്ഞു, മനസ്സും നിറഞ്ഞു. ഫുഡ് കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് നെക്സ്റ്റ് സ്ഥലം പിടിക്കാം. അതുവരേക്കും ബൈ.